ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളും പോയിട്ടുണ്ടായിരുന്നേ പാലക്കാട് ഗുണ കേവ് ഫെസ്റ്റ് കാണാൻ. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എനിക്ക് ചെറുങ്ങനെ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാട് നഗരി നോക്കി എന്തൊരു സുന്ദരിയായിട്ടായിരിക്കുന്നല്ലേ. ഇതൊന്ന് നോക്കി എന്ത് ഭംഗിയല്ലേ ലൈറ്റുകൾ കാണാൻ, പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ. വൈകുന്നേരങ്ങളിലുള്ള കാഴ്ചകൾ കാണാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പം അതേ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിരക്കുണ്ട്, കാരണം നമ്മൾ പോയത് ഒരു സൺഡേ ആണ്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ അകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. 120 റുപ്പീസാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. പാർക്കിംഗ് സൈഡൊക്കെ ഒന്ന് നോക്കി എന്തൊരു റഷാണെന്ന്. ഇവിടെ ഈ ഫെസ്റ്റ് തുടങ്ങിയിട്ട് 1 മാസമൊക്കെ ആയി കാണും കേട്ടോ. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. അപ്പം നമ്മളിതേ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് അകത്തോട്ട് കയറാം. നമ്മൾ ഈ ഫെസ്റ്റിൻ്റെ എൻട്രൻസ് മുതൽ എക്സിറ്റ് വരെയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഇതേ നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പൊ എൻട്രൻസിൽ തന്നെ ഇതേ ഇതുപോലെ ഒരു വലിയൊരു വവ്വാൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഇവിടെ ഡെവിൾസ് കിച്ചൺ എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിലെ ഡയലോഗുകളൊക്കെ ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സ്പൈഡേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ. ഇതിനകത്ത് ഒരു ഹൊറർ ആംബിയൻസ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അകത്ത് കയറിയതും മോന് എന്നെ എടുക്കണം എന്ന് കൊണ്ട് കരച്ചിലായി. പിന്നെ ഓനെ എടുത്തോണ്ടായി നടത്തം. ഇവിടെ ഇങ്ങനെ ഈ വൈറ്റ് കളർ ഇങ്ങനെ കാറ്റത്ത് ഇളകുമ്പോഴേ നമുക്കൊരു ഹൊറർ ആംബിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ സ്പൈഡർ വവ്വാലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്.
ദേ ഇവിടെ നോക്കിയ ഒരു ഫയർഫോഴ്സിന്റെ ഡമ്മി അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഫോട്ടോ എടുക്കാനും ഭയങ്കര തിരക്കായിരുന്നു, കാരണം ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ക്യൂ ആണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊന്ന് നോക്കിയേ, സ്കെൽട്ടൺസ്. അയ്യോ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ബ്ലാക്ക് കളറിൽ ആ റെഡ് കളറും കൂടെ വരുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാവുന്നുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു മ്യൂസിക്കും. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. നമ്മൾ അങ്ങനെ നടന്നിട്ട് ഒരു ഓപ്പൺ സ്പേസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാളിന്റെ സെറ്റപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഗുണ കേവ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഗുണ കേവ് രക്ഷാപ്രവർത്തനത്തിലെ യഥാർത്ഥ നായകന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ദ റിയൽ ഹീറോസ്. അപ്പോൾ ഗുണ കേവ് കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മനസ്സിനും കണ്ണിനൊക്കെ കുളിർമയാകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ.
അതേ ആ കാഴ്ചയാണ് സ്നോ വേൾഡ്. ഇനി നമ്മൾ സ്നോ വേൾഡിലോട്ടാണ് പോകുന്നത്. സ്നോ വേൾഡിലോട്ട് പോകുന്ന വഴിയെല്ലാം ഇതുപോലെ വൈറ്റ് കളർ ലൈറ്റ് കൊണ്ട് നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന കാണികളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല സൂപ്പർ അറേഞ്ച്മെന്റ്സ് ആണ്. നമ്മൾ എടുത്ത ടിക്കറ്റിന് മുതലാവുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്കിനി സ്നോ വേൾഡ് കാണാം. സ്നോ വേൾഡിനകത്തുള്ള സ്നോ ഉണ്ടാക്കാനും ബിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ പെൻഗ്വിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇവര് നല്ല പോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫേർട്ടൊക്കെ ശരിക്കും നമുക്ക് ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഈ ഫെസ്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോയ്ക്ക് ഇവർ സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ദേ ബിയേഴ്സിനെയൊക്കെ നോക്കിയേ, എന്ത് ഭംഗിയുള്ള ബിയേഴ്സ് ആണല്ലേ ഇങ്ങനെയൊന്നും തലയാട്ടുന്ന കാണാന്. അതുപോലെ ഇവിടെ വലിയ ബിയേഴ്സും ഉണ്ട്. ഇനി കുറച്ച് അപ്പുറത്തോട്ടും കൂടി പോയാൽ നമുക്ക് പെൻഗ്വിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ സ്നോ വേൾഡിനകത്തും ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിമും ഫോട്ടോ സ്പോട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അത്രയും തിരക്കുണ്ടേ. ഈ ഫോട്ടോ ഫ്രെയിമും ഫോട്ടോ സ്പോട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്നോ വേൾഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സ്നോ വേൾഡാണ് ഏറ്റവും ഭംഗിയെന്ന്. അങ്ങനെയല്ലേ, നിങ്ങൾ ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കണം. ഫ്ലവർ ഷോ എന്തു ഭംഗിയായിട്ട്, എന്ത് രസമായിട്ടാണ് ഇവർ ഈ ഫ്ലവർ ആർട്ട് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ കൂടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കൂടി ആയപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഓരോടത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നേയില്ല, കാരണം ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെയും ഒരുപാട് ഫോട്ടോ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫ്ലവർ ഷോ ആണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ആളുകൾ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഫ്ലവറിന്റെ ആർച്ചുകളൊക്കെ ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയാലേ കാണാൻ. കളർ കോമ്പിനേഷൻ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അതിലൂടെ ആ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കൂടി ആവുമ്പോഴേക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച കേട്ടോ. അവിടെ ചെറിയൊരു ഹട്ട് പോലെയൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്.
പിന്നെ ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്സ് ആണ്. നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ക്ഷീണിച്ച് അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു പോപ്കോൺ കഴിച്ചാലോ. നമ്മളൊരു പോപ്കോണും അതുപോലെ കോട്ടൺ ക്യാൻഡിയാണ് കേട്ടോ വാങ്ങിച്ചത്. അതെല്ലാം കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴുണ്ടല്ലോ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരുപാട് തരം മിഠായികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ കഴിച്ചിരുന്ന ആ മിഠായികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാ മിഠായികളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ പൈസകളുണ്ട്, 20 റുപ്പീസൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മിഠായികൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ ചക്രം മിഠായി, അതുപോലെ സിഗരറ്റിൻ്റെ മിഠായി. മിഠായികളൊക്കെ കാണുമ്പോഴേ നമ്മുടെ പഴയ സ്കൂൾ കാലമാണ് ഓർമ്മ വരുന്നത്. കാരണം വെള്ളിയാഴ്ച ആയിരിക്കുമല്ലോ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് ബ്രേക്ക്. ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കടയ്ക്ക് പോകും. എന്നിട്ട് കുറേ മിഠായികളെല്ലാം വാങ്ങിച്ചിട്ട് വരും. അതാണ് ഈ മിഠായികളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മിഠായി ഉണ്ട്. അതേതാണെന്നറിയോ? ഈ സ്പൂണിൽ വരുന്ന ആ പുളിമിഠായി ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. പിന്നെ ഇവിടെ വേറെയും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, ബുക്സിൻ്റെ അതുപോലെ ബേക്കറിൻ്റെ അത്തരം ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്, അച്ചാറിൻ്റെ ഷോപ്പ്, പിന്നെ അതുപോലെ കുട്ടികളുടെ ടോയ്സിൻ്റെ, ഫാൻസി, അതുപോലെ നമുക്ക് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് തരുന്നത്, പിന്നെ അതുപോലെ ഫുഡിൻ്റെ ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ചെറുങ്ങനെ വിശപ്പൊക്കെ അടക്കിയിട്ട് നമ്മൾ റൈഡിൻ്റെ ഭാഗത്തോട്ട് വന്നതാണ്. ഇവിടെ ജെയിൻറ്റ് വീലുണ്ട്, നമ്മളെ ഇട്ട് കറക്കി എടുക്കുന്ന ഓരോ റൈഡുകളുണ്ട്, അതുപോലെ കുട്ടിയൊക്കെയുള്ള ചെറിയ ചെറിയ റൈഡുകളുണ്ട്, അതൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച. ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കൂടുതലായിട്ടും.
ദേ ഈ കാണുന്ന റൈഡിൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ കയറിയിട്ടുണ്ട്. അന്നേരം നമ്മൾ ഊട്ടിയിൽ പോയപ്പോൾ അവിടുത്തെ പാർക്കിൽ ഞാൻ ഇതുപോലത്തെ റൈഡിൽ കയറിയിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ ഞാൻ ഈ റൈഡിൽ കയറിയിട്ടില്ല. കാരണം ചെറുതായിരിക്കുന്ന സമയത്ത് അത്ര പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഒരു തോണി പോലുള്ള റൈഡില്ലേ, ഞാൻ ആ റൈഡിൽ ഒറ്റ തവണ കയറിയിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിൽ കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് അതും നല്ല പേടിയാണ്. ഇത് മരണക്കിണറാണ്. ഇവിടെ നമ്മൾ ഒരുപാട് തവണ പോയിട്ടുള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. അങ്ങനെ ഈ റൈഡുകളൊക്കെ കണ്ട് കൂട്ടിയും കിഴിച്ചും നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഇരിക്കാന്ന് തോന്നിയത് ജെയിന്റ് വീലാണ് കേട്ടോ. അപ്പോൾ ആ ജെയിന്റ് വീലിൽ കയറാൻ നമ്മൾ തീരുമാനിച്ചു. ജെയിന്റ് വീല് കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഞാൻ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിയിട്ട് വരും. എനിക്ക് അത്ര പേടിയാണ്. അപ്പോൾ പേടിച്ചിട്ടാണ് അതിനകത്ത് കയറിയത്. ഈ ജെയിന്റ് വീൽ ഉണ്ടല്ലോ, മുകളിലോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നമില്ല. പിന്നെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് ഏറ്റവും പേടി. ഞാൻ അതിൽ കയറിയിട്ട് ഇങ്ങ് കണ്ണടച്ചിട്ട് അങ്ങ് ഇരുന്ന്, പിന്നെ അതിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് കണ്ണ് തുറന്നത്. നമ്മുടെ ജെയിന്റ് വീൽ സ്റ്റോപ്പ് ആയപ്പോൾ എടുത്ത വീഡിയോസാണ്. നമ്മൾ വീട്ടിൽ നിന്നൊരു 6 മണിക്കൊക്കെയാണ് ഇറങ്ങിയത്. തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 10 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ എൻട്രൻസ് മുതൽ എക്സിറ്റ് വരെയുള്ള വീഡിയോയും കാണിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുത്ത കാശിന് മുതലാവുന്ന ഫെസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.